नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं चुगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ അവലോകനം ഒന്നാമത്തെ സ്കന്ധം മുതൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ ശ്രീമദ് ഭാഗവതം രാവിലെ വായിക്കുന്നുണ്ട്. അതിൽ 3 സ്കന്ധം വരെ കഴിഞ്ഞു. മൂന്നാമത്തെ സ്കന്ധം വരെ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അത് കൂടുതൽ വിശദമായിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ള ഒരവസരം, വീണ്ടും ഓർമ്മിക്കാനുള്ള അവസരം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഓരോ സ്കന്ധത്തിലും എന്തെല്ലാം വിഷയങ്ങളാണ് പറയുന്നത്, അതിനെക്കുറിച്ച് ഒന്നുകൂടി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ അവലോകനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധത്തിൽ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീല വ്യാസദേവൻ ആദ്യത്തെ സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അതിൽ എത്ര അധ്യായങ്ങളുണ്ട്, ഏതെല്ലാം അധ്യായമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് വ്യാസദേവൻ അവസാനം രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. ശ്രീമദ് ഭാഗവതം യഥാർത്ഥത്തിൽ പുരാണമാണ്. ശ്രീമദ് ഭാഗവതം പുരാണമമലം എന്നാണ് പറയുന്നത്. പുരാണം, ഇത് ഏത് കാലത്താണ് ശ്രീമദ് ഭാഗവതം ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാലാതീതമായതുകൊണ്ട് ആണ്, കാലം കണക്കാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇതിനെ പുരാണം എന്ന് പറയുന്നത്. പുരാണമമലം അല്ലെ. ശ്രീമദ് ഭാഗവതം ആദ്യമായിട്ട് ഉപദേശിച്ചിട്ടുള്ളത് ബ്രഹ്മാവിനാണ്. ഭഗവാൻ ബ്രഹ്മാവിനാണ് ശ്രീമദ് ഭാഗവതം ആദ്യമായിട്ട് ഉപദേശിച്ചിട്ടുള്ളത്. തേനെ ബ്രഹ്മഹൃദ ആദികവയെ മുഹ്യന്തിയ സൂരയ എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം, ഭഗവാൻ ശ്രീകൃഷ്ണന് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് എല്ലാ സ്തുതികളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള സ്തുതിയിലാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് എല്ലാ നമസ്കാരങ്ങളും. ആ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ട്, ജന്മാദ്യസ്യ യഥാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാറ്റിൻ്റെയും ഉറവിടമാണ് എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് എല്ലാ സ്തുതികളും പറഞ്ഞുകൊണ്ടാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഈ ശ്രീമദ് ഭാഗവതം യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് എന്ന് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്.
ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതം ഒരു സാധാരണ പുസ്തകമല്ല, ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് പറയും. നമ്മുടെ വീട്ടിൽ ശ്രീമദ് ഭാഗവതം ഉണ്ടെങ്കിൽ വീട്ടിൽ ഭഗവാൻ ഇരിക്കുന്നത് തന്നെയാണ്. അത് ഭഗവാൻ തന്നെയാണ്, അല്ലെ? ഭഗവാനോട് എങ്ങനെ നമ്മൾ പെരുമാറുന്നു അതേപോലെ തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിനോട് പെരുമാറേണ്ടത്. അപ്പൊ നമ്മൾക്ക് ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതം കണ്ടാൽ മതി. നമ്മൾ ദിവസവും ശ്രീമദ് ഭാഗവതം കാണുന്നുണ്ടെങ്കിൽ, ശ്രീമദ് ഭാഗവതം വായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എല്ലാ ദിവസവും ഭഗവാനെ കാണുന്നുണ്ട് എന്നാണ്. ശ്രീമദ് ഭാഗവതം വായിക്കുന്നതിലൂടെ നമ്മൾക്ക് ഭഗവാനെ ദിവസവും കാണാൻ സാധിക്കും. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, പ്രത്യക്ഷ കൃഷ്ണനാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിനെ ഗ്രന്ഥ അവതാരം എന്ന് പറയുന്നു. ഭഗവാന്റെ ഗ്രന്ഥരൂപത്തിലുള്ള അവതാരമാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാന്റെ ഒരു അവതാരമാണ്. ഏത് രൂപത്തിലുള്ള അവതാരമാണ്? ഗ്രന്ഥരൂപത്തിലുള്ള അവതാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയും. ശ്രീല വ്യാസദേവൻ ഏറ്റവും അവസാനം രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്നും പറയുന്നുണ്ട്. ശ്രീല വ്യാസദേവന് എല്ലാ പുരാണങ്ങളും രചിച്ചിട്ടും വേദങ്ങളൊക്കെ വ്യസിച്ചിട്ടും മഹാഭാരതം രചിച്ചിട്ടും മനസ്സിന് പൂർണ്ണമായിട്ടുള്ള തൃപ്തി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വീണ്ടും മനസ്സിന് വിഷമം ഉണ്ടായിരുന്നു. എന്തോ ഒന്നിന്റെ കുറവുള്ളതുപോലെ ഒരു അതൃപ്തി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ഗ്രന്ഥ രചനയ്ക്കും ശേഷം. അതിന്റെ കാരണം അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ശ്രീല വ്യാസദേവൻ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷിയെ ധ്യാനിച്ചു. ആ നാരദ മഹർഷിയെ ധ്യാനിച്ച സമയത്ത് നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുകയും എന്താണ് വ്യാസദേവന്റെ ദുഃഖത്തിന്റെ കാരണം എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ശ്രീല വ്യാസദേവൻ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നേരിട്ട് പറയുന്നില്ല എന്നാണ് നാരദ മഹർഷി പറഞ്ഞിട്ടുള്ള കാരണം. വ്യാസദേവന്റെ ദുഃഖത്തിന്റെ കാരണം നേരിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നില്ല. ഭഗവാനെ വീണ്ടും മറച്ചു വെക്കുന്നു. വേദങ്ങളിലാണെങ്കിലും മറ്റ് ഗ്രന്ഥങ്ങളിലാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നേരിട്ട് വർണ്ണിക്കുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മുക്തി നേടി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മുക്തി നേടിയ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയണം. പക്ഷെ വേദങ്ങളിലൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പരോക്ഷമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ അത് ദണ്ഡനാർഹമാണ്. നിങ്ങൾ വീണ്ടും ജനങ്ങളെ ഈ ഭൗതിക ബന്ധനത്തിലേക്ക് തള്ളിയിടുകയാണ്. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് പ്രത്യക്ഷത്തിൽ പറയുന്ന, യാതൊരു മറവുമില്ലാതെ ഭഗവാനെ കുറിച്ച് പ്രത്യക്ഷത്തിൽ പറയുന്ന ശ്രീമദ് ഭാഗവതം രചിക്കണമെന്ന് നാരദ മഹർഷി നിർദ്ദേശിച്ചു. അങ്ങനെ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിക്കുന്നത്. രചിക്കുന്നത് 5000 വർഷങ്ങൾക്ക് മുന്നെയാണ്. പക്ഷേ ശ്രീമദ് ഭാഗവതം അതിന്റെ മുന്നേ തന്നെ നിലനിൽക്കുന്നതാണ്. രചിച്ചിട്ടില്ല, എഴുതി വച്ചിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ ശ്രീമദ് ഭാഗവതം ലഭ്യമാണ്. ശ്രുതിയിലൂടെ, ഗുരുപരമ്പരയിലൂടെ ലഭ്യമാണ്. ആദ്യം ഭഗവാൻ ബ്രഹ്മാവിനെ ഉപദേശിച്ചു, ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു, നാരദ മഹർഷി വ്യാസദേവന് ഉപദേശിച്ചു. ഇങ്ങനെ ഗുരുപരമ്പരയിലൂടെ ഭാഗവതം പകർന്നു വരുന്നുണ്ട്. പക്ഷെ ആരും എഴുതി വെച്ചിട്ടില്ല. എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അത്രയ്ക്കും ഓർമ്മശക്തിയുണ്ട്. കലിയുഗത്തിലാണ് ആ ഓർമ്മശക്തി കുറഞ്ഞു വരുന്നത്. അപ്പം പ്രത്യേകിച്ചും കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം എഴുതി വച്ചിട്ടുള്ളത്, ലിഖിത രൂപത്തിലാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീല വ്യാസദേവൻ രചിച്ചിട്ടുള്ള അവസാനത്തെ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയും. ആ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പറയുന്നത് നിഗമകൽപ്പ തരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം എന്നാണ് പറയുന്നത്. നിഗമകൽപ്പ തരോർഗളിതം എന്ന് പറയുന്നത്, നിഗമകൽപ്പം എന്ന് പറയുന്നത്, നിഗമം എന്ന് പറയുന്നത് വേദങ്ങളാണ്.
ആ വേദങ്ങളെയൊക്കെ ഒരു വൃക്ഷമായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, വേദങ്ങളെ ഒരു മരമായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, നിഗമ കൽപ്പതരു എങ്ങനെയുള്ള മരമാണ്? കൽപ്പതരു. കൽപ്പതരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയർ ട്രീ അല്ലെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന വൃക്ഷം, അതിനെയാണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, വേദങ്ങളിലെ യജ്ഞങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റപ്പെടും. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ കൽപ്പതരുവിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്ന ആ വൃക്ഷത്തിന്റെ ഗളിതം ഫലം ആണ്. ഗളിതം ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗളിതം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് പഴുത്ത് പാകമായിട്ടുള്ള എന്നാണ് അർത്ഥം. ഗളിതം പഴുത്ത് മുറ്റി നിൽക്കുന്ന ഫലം, അതെടുത്ത് കഴിച്ചാൽ മതി. അത്രയ്ക്കും പഴുത്തു നിൽക്കുന്ന ഫലം അല്ലെ. ഒരു മാവാണെങ്കിൽ മാമ്പഴം, പഴുത്തു നിൽക്കുന്ന മാമ്പഴം. വേദങ്ങളൊക്കെ ഒരു മാവാണെങ്കിൽ, വേദങ്ങളെല്ലാം ചേർന്നൊരു മാവ് ആവുകയാണെങ്കിൽ അതിന്റെ പഴുത്ത മാമ്പഴമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് പറയുന്നത്. നിഗമകൽപ്പതരോർഘളിതം ഫലം ചുഗമുഖാത് അമൃതദ്രവ സംയുതം. നമ്മൾ അതേപടി കഴിക്കേണ്ട ആവശ്യമില്ല. ചില സുഖദേവ് ബ്രഹ്മർഷി എന്ത് ചെയ്തിട്ടുണ്ട്? അത് നമ്മൾക്ക് വേണ്ടി ഒരു ജ്യൂസ് ആക്കി തന്നിട്ടുണ്ട് അല്ലെ. അമ്മ എന്ത് ചെയ്യും? പഴുത്ത മാങ്ങയുണ്ടെങ്കിൽ അതെടുത്ത് ജ്യൂസ് ആക്കി നമ്മൾക്ക് തരും. അപ്പൊ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ തൊലി കളയേണ്ട ആവശ്യമില്ല, അതിൻ്റെ അകത്തുള്ള മാങ്ങ അണ്ടി കളയേണ്ട ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അങ്ങോട്ട് കുടിച്ചാൽ മതി. ജ്യൂസാക്കി തന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കുടിച്ചാൽ മാത്രം മതി. ആ രൂപത്തിലാക്കി നമ്മൾക്ക് തന്നിട്ടുണ്ട് സുഖദേവ് ബ്രഹ്മർഷി എന്നാണ് പറയുന്നത്. ചുഖമുഖാത് അമൃതദ്രവ സംയുതം എന്ന് പറയും. ചുഖമുഖാത് അമൃതദ്രവം, അമൃതാണ്, നെക്ടറാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ശ്രീമദ് ഭാഗവതം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ ജന്മമൃത്യു ജരാവ്യാധി ചക്രങ്ങളില്ല, മരണമില്ല. അമൃത തുല്യമാണ്. അമൃതത്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നുണ്ട് ഭാഗവത മാഹാത്മ്യത്തിൽ. ശ്രീമദ് ഭാഗവതം സുഖദേവ് ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിക്കാൻ ഇരിക്കുന്ന സമയത്ത് ദേവന്മാർ വന്നു എന്നാണ് പറയുന്നത്. ദേവന്മാർക്ക് ഭാഗവതം കേൾക്കുന്നതിനായിട്ട് അവര് അമൃതകുംഭവുമായിട്ട് വന്നു. ഞങ്ങൾ ഈ അമൃതകുംഭം നൽകാം, അതിനു പകരം ശ്രീമദ് ഭാഗവതം ഞങ്ങൾക്ക് കേൾക്കണം എന്ന് പറഞ്ഞ സമയത്ത് സുഖദേവ് ബ്രഹ്മർഷി പറഞ്ഞത്, നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും ഭൗതികമായിട്ടുള്ള ആസ്വാദനത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചു പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അപ്പൊ അമൃതത്തിന് തുല്യമല്ല യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം. അമൃത് കൊടുത്താൽ പോലും കിട്ടാത്തതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയും. സുഖമുഖാൻ അമൃത ദ്രവ സംയുതം, ദ്രവം ആ ജ്യൂസ് ആയിട്ട് നമ്മൾക്ക് തന്നിട്ടുണ്ട്. സംയുതം, ഇത് പെർഫെക്റ്റ് ആണ്. സംയുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യാതൊരു മിസ്റ്റേക്കുമില്ല. ഇതിന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും പെർഫെക്റ്റ് ആണ്. നമ്മൾ അതേപടി അതങ്ങോട്ട് സ്വീകരിച്ചാൽ മതി. അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ശ്രീമദ് ഭാഗവതം പുരാണം അമലം. അമലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മാലിന്യങ്ങളും ഇല്ലാത്തത്, യാതൊരു മിസ്റ്റേക്കും ഇല്ലാത്തത്, യാതൊരു തെറ്റുമില്ലാത്തതാണ് ഭാഗവതം. നമ്മൾ ഭാഗവതത്തിനെ വ്യാഖ്യാനിച്ച് നമ്മുടെ നിലവാരത്തിലേക്ക് എത്തിക്കുകയല്ല വേണ്ടത്. എന്താണോ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം സത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. സത്യം പരം ധീമഹി എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത്. സത്യം പരം ധീമഹി, പരമസത്യമായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ ഇതെല്ലാം കഥയാണ്, ഇതിന്റെ സാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ വ്യാഖ്യാനിക്കണം എന്നുള്ള രീതിയിലല്ല ഭാഗവതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപടി പുരാണം അമലം പുരാണമായിട്ടാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിനെ സ്വീകരിക്കേണ്ടത്. കാരണം വ്യാസദേവൻ രചിച്ചിട്ടുള്ളതാണ്. വ്യാസദേവന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള വേദവൃക്ഷത്തിന്റെ ഫലമാണ് ശ്രീമദ് ഭാഗവതം. പിബത ഭാഗവതം രസമാലയം എന്നാണ് പറയുന്നത്. പിബത ഭാഗവതം, നമ്മളത് കുടിച്ചാൽ മാത്രം മതി, നമ്മൾക്കതിന്റെ റിസൾട്ട് കിട്ടും, നമ്മൾക്കതിന്റെ രുചി കിട്ടും. രസമാലയം അല്ല, ആലയം,
നമ്മൾക്ക് മുക്തി കിട്ടും, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സഹായിക്കുന്ന രഹസ്യശാസ്ത്രമാണ് ഭാഗവതം എന്ന് പറയും. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, വൈകുണ്ഠപന്ഥ, ഇത് വൈകുണ്ഠപന്ഥാവാണ് എന്ന് പറയും. ശ്രീമദ് ഭാഗവതം എന്താണ്? വൈകുണ്ഠപന്ഥ, വൈകുണ്ഠത്തിലേക്കുള്ള വഴിയാണ്. മറ്റൊരു വേദശാസ്ത്രവും നമ്മളെ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കുന്നില്ല, അല്ലെ? മറ്റു വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈകുണ്ഠത്തിലേക്ക് എത്തുന്നില്ല. അത് നമ്മളെ എങ്ങോട്ടെല്ലാം എത്തിക്കുന്നത്? ചന്ദ്രലോകത്തിലേക്ക് എത്തിക്കും, ഇന്ദ്രലോകത്തിലേക്ക് എത്തിക്കും, സൂര്യലോകത്തിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ നമ്മളെ സത്യലോകത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ലോകത്തിലേക്ക് എത്തിക്കും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഏവം ത്രയീധർമ്മ അനുപ്രപന്ന ഗതാഗതം കാമകാമാലഭന്തേ. നമ്മൾ എല്ലാ വേദങ്ങളും പഠിച്ചാലും ഈ ഭൗതിക ലോകത്തിനകത്തുള്ള വ്യത്യസ്ത ലോകങ്ങളിലാണ് പോകുന്നത്, അല്ലെ? ചന്ദ്രനിലേക്ക് പോകാനുള്ള യജ്ഞം, സോമയജ്ഞം, ഇന്ദ്രനെ പ്രാപിക്കാനുള്ള യജ്ഞം, സൂര്യലോകത്തിലേക്ക് പോകാനുള്ള യജ്ഞം, ഇതൊക്കെയാണ് വേദങ്ങളിൽ പറയുന്നത്. പക്ഷെ വൈകുണ്ഠപന്ഥ, വൈകുണ്ഠത്തിലേക്ക് എങ്ങനെ പോകണം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ശ്രീമദ് ഭാഗവതം നൽകുന്ന ഫലം നമ്മൾക്ക് ഒരു വേദശാസ്ത്രം പഠിച്ചാലും ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. വേദത്തിന്റെ മുഴുവൻ സാരമാണ്. സാരം സാരം സമുദ്രതം. ഗുരുദേവ ബ്രഹ്മർഷി എന്ത് ചെയ്തിട്ടുണ്ട്? ആ വേദങ്ങളുടെ മുഴുവൻ സാരം, വേദമാകുന്ന സമുദ്രത്തിനെ കടഞ്ഞെടുത്ത് അതിന്റെ സാരം നമ്മൾക്ക് തന്നിട്ടുണ്ട്, അല്ലെ? പാല് തൈരാക്കി അതിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുത്ത് നൽകുന്നത് പോലെ ആ വേദസാഗരത്തിന്റെ പലാഴി കടഞ്ഞ് നമ്മൾക്ക് അതിന്റെ വെണ്ണ നൽകിയിട്ടുണ്ട്. ആ വെണ്ണയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. സാരം സാരം സമുദ്രതം, വേദങ്ങളുടെ മുഴുവൻ സാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ശ്രീ ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യത്യസ്ത ശരീരഭാഗങ്ങളായിട്ട് ഓരോ സ്കന്ധത്തിനെയും പറയുന്നുണ്ട്, അല്ലെ? നമ്മൾക്കറിയാം ശ്രീമദ് ഭാഗവതത്തിൽ എത്ര സ്കന്ധമാണ് ഉള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം, അല്ലെ? എത്ര സ്കന്ധമാണ് ഉള്ളത്? 12 സ്കന്ധല്ലേ പ്രഭുജി? ഹരേ കൃഷ്ണ. യെസ്, 12 സ്കന്ധമാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത്. ഓരോ സ്കന്ധവും ഭഗവാന്റെ ഓരോ ഭാഗമായിട്ട്, ഭഗവാന്റെ ദിവ്യ ശരീരത്തിന്റെ ഓരോ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറയുന്നത്. ഭഗവാനെ കാണുന്നത് പോലെ തന്നെയാണ് ശ്രീമദ് ഭാഗവതം കാണുന്നത്. ഏതെല്ലാം ഭാഗമാണെന്ന് പറയാം. പ്രഥമസ്കന്ധം ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണ് എന്ന് പറയാം. പ്രഥമസ്കന്ധം ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് സംരക്ഷണം നൽകുന്ന, ഭഗവാന്റെ ഭക്തന്മാർക്ക് അഭയം നൽകുന്ന പാതാരവിന്ദങ്ങളാണ് പ്രഥമസ്കന്ധം എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ സ്കന്ധം, ദ്വിതീയ സ്കന്ധം ഭഗവാന്റെ കണങ്കാലുകളാണ് എന്ന് പറയും. ഭഗവാന്റെ മിനുസമുള്ള കണങ്കാലുകളാണ്, എല്ലാവിധ ഭംഗിയുമുള്ള, എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്ന ഭഗവാന്റെ കണങ്കാലുകളാണ് ദ്വിതീയ സ്കന്ധം എന്ന് പറഞ്ഞിരിക്കുന്നു. തൃതീയ സ്കന്ധം ഭഗവാന്റെ തുടകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ തുടകളാണ് തൃതീയ സ്കന്ധം എന്ന് പറഞ്ഞിരിക്കുന്നു. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ തുടകൾ വളരെ മിനുസമുള്ളതാണ്, എല്ലാവിധ ഐശ്വര്യങ്ങളുമുള്ളതാണ്. ആ ഭഗവാന്റെ തുടകളെ നമ്മൾക്ക് ധ്യാനിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും എന്ന് പറയും. അങ്ങനെയുള്ള ഭഗവാന്റെ തുടകളാണ് മൂന്നാമത്തെ സ്കന്ധം എന്ന് പറയുന്നു. നാലാമത്തെ സ്കന്ധം ഭഗവാന്റെ അരക്കെട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ ശക്തമായിട്ടുള്ള അരക്കെട്ട്, നമ്മൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകാൻ സാധിക്കുന്ന ഭഗവാന്റെ ശക്തമായിട്ടുള്ള അരക്കെട്ടാണ് നാലാമത്തെ സ്കന്ധം എന്ന് പറഞ്ഞിരിക്കുന്നു. അഞ്ചാമത്തെ സ്കന്ധം ഭഗവാന്റെ വയറായിട്ട് പറഞ്ഞിരിക്കുന്നു. അഞ്ചാമത്തെ സ്കന്ധം ഭഗവാന്റെ വയറായിട്ട്, നാഭി പ്രദേശമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ ഭഗവാന്റെ വയറിനകത്താണ് പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്നത്, അല്ലെ? യശോദ മാതാവിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വായ. ആ വയറ്റിനകത്ത് എല്ലാ പ്രപഞ്ചങ്ങളും ഉണ്ട്. അതുകൊണ്ട് അഞ്ചാമത്തെ സ്കന്ധം എല്ലാ പ്രപഞ്ചങ്ങളെ കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. ആറാമത്തെ സ്കന്ധം, ഷഷ്ടമ സ്കന്ധം ഭഗവാന്റെ ഹൃദയമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ ഹൃദയം, ഭഗവാന്റെ ഹൃദയത്തിലാണ് ആരാണ് ഇരിക്കുന്നത്?
ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭഗവാന്റെ ഭക്തന്മാരുടെ ലീലകൾ വിശദമായിട്ട് ഭഗവാന്റെ വ്യത്യസ്ത ഭക്തന്മാരെ കുറിച്ച് നമുക്ക് ഭാഗവതത്തിൽ കേൾക്കാൻ സാധിക്കും. ഷഷ്ടമസ്കന്ധം ഭഗവാന്റെ ഹൃദയമായിട്ട് പറഞ്ഞിരിക്കുന്നു. സപ്തമസ്കന്ധം ഭഗവാന്റെ മാറിടമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഐശ്വര്യ ദേവതയുടെ ഇരിപ്പിടമായിട്ടുള്ള വാസസ്ഥലമായിട്ടുള്ള ഭഗവാന്റെ മാറിടമായിട്ട് 7ാമത്തെ സ്കന്ധം പറഞ്ഞിരിക്കുന്നു. 8ാമത്തെ സ്കന്ധം അഷ്ടമസ്കന്ധം ഭഗവാന്റെ കഴുത്തായിട്ട് പറഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ മനോഹരമായിട്ടുള്ള കഴുത്ത് അല്ലെ, ഭഗവാന്റെ കഴുത്തിൽ 3 വരകളുണ്ട് എന്ന് പറയുന്നു. ചങ്കിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള മനോഹരമായിട്ടുള്ള വരകൾ ഭഗവാന്റെ കഴുത്തിൽ കാണാൻ സാധിക്കും എന്ന് പറയുന്നു. ഭഗവാന്റെ കഴുത്തായിട്ട് അഷ്ടമസ്കന്ധത്തിനെയാണ് പറയുന്നത്. 8ാമത്തെ സ്കന്ധം നവമസ്കന്ധം ഭഗവാന്റെ തോളുകളായിട്ട് പറഞ്ഞിരിക്കും. ഭഗവാന്റെ ശക്തമായിട്ടുള്ള തോളുകൾ നവമസ്കന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദശമസ്കന്ധം ഭഗവാന്റെ മുഖാരവിന്ദമായിട്ട് പറഞ്ഞിരിക്കും. എല്ലാവരെയും ആകർഷിക്കുന്ന ഭഗവാന്റെ മുഖാരവിന്ദം. അങ്ങനെ ഭാഗവതം വായിച്ച് നമ്മൾ നവമസ്കന്ധവും കഴിഞ്ഞ് ദശമസ്കന്ധത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനോട് പൂർണ്ണ ആകർഷണം നമ്മൾക്കുണ്ടാകും. പിന്നെ നമ്മൾക്ക് ഭഗവാനിൽ നിന്ന് പിരിയാൻ സാധിക്കുകയില്ല എന്ന് പറയും. അത്രയ്ക്കും ആകർഷകമാണ് ഭഗവാന്റെ മുഖാരവിന്ദം. പക്ഷെ നമ്മൾ തുടങ്ങേണ്ടത് 1ാമത്തെ സ്കന്ധത്തിൽ നിന്നാണ് അല്ലെ. നമ്മൾ ശരണം പ്രാപിക്കേണ്ടത് എവിടെയാണ്? ഭഗവാന്റെ പാദത്തിലാണ്. നേരിട്ട് ഭഗവാന്റെ മുഖത്തേക്കല്ല നമ്മൾ നോക്കേണ്ടത്. ആദ്യം നമ്മൾ ഭഗവാന്റെ പാദത്തിൽ ശരണം പ്രാപിക്കണം. അതാണ് 1ാമത്തെ സ്കന്ധം. അങ്ങനെ ക്രമേണ പടിപടിയായിട്ട് വേണം നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നതിനായിട്ട്. നേരിട്ട് ആദ്യം തന്നെ നമ്മൾ ദശമസ്കന്ധം എനിക്ക് ഭഗവാന്റെ വൃന്ദാവനത്തിലെ ലീലകളാണ് ഇഷ്ടം, അല്ലെങ്കിൽ രാസലീലയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് ദശമസ്കന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നില്ല. യഥാർത്ഥ രുചി നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് തൊട്ട് തന്നെ നമ്മൾ തുടങ്ങണം. അപ്പൊ ദശമസ്കന്ധം ഭഗവാന്റെ മുഖാരവിന്ദമായിട്ട് എല്ലാവരെയും ആകർഷിക്കുന്ന സർവ ആകർഷകമായിട്ടുള്ള ഭഗവാന്റെ മുഖാരവിന്ദമായിട്ട് പറഞ്ഞിരിക്കുന്നു. 11 സ്കന്ധം 11ാമത്തെ സ്കന്ധം ഭഗവാന്റെ നെറ്റിയായിട്ട് പറഞ്ഞിരിക്കുന്നു. എല്ലാവിധ അറിവുകളും ഉള്ള നെറ്റിത്തടം 11ാമത്തെ സ്കന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. 12ാമത്തെ സ്കന്ധം ഭഗവാന്റെ ശിരസ്സായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ 12 സ്കന്ധങ്ങളും ഭഗവാന്റെ വ്യത്യസ്ത 12 ശരീരഭാഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു. മുഴുവൻ സ്കന്ധവും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ കാണുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ കാണേണ്ടത് ആദ്യം തൊട്ട് തന്നെയാണ്. ഭഗവാന്റെ പാതാരവിന്ദ തൊട്ടിട്ടാണ് നമ്മൾ ഭഗവാനെ ദർശിക്കേണ്ടത്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ ദർശിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യം തന്നെ ഭഗവാന്റെ മുഖത്തേക്കല്ല നമ്മൾ നോക്കേണ്ടത്. ആദ്യം ഭഗവാന്റെ പാദത്തിനെയാണ് നമ്മൾ നോക്കേണ്ടത്. പാദത്തിനെയാണ് നമസ്കരിക്കേണ്ടത്. പാദം മുതൽ കേശം വരെയാണ് നമ്മൾ ദർശനം എടുക്കേണ്ടത് അല്ലെ. സാധാരണ നമ്മൾ പറയുമ്പം കേശാദിപാദം തൊഴുന്നേ എന്നാണ് സാധാരണ പാട്ടിലൊക്കെ കേൾക്കാറുള്ളത്. പക്ഷെ നമ്മൾ തൊഴേണ്ടത് പാദാദികേശമാണ്. പാദം ആണ് ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടതും അതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഭഗവാനെ നോക്കേണ്ടത്. യെസ്. പിന്നീട് ഈ ശ്രീമദ് ഭാഗവതം ഒരു സമ്പൂർണ്ണ പുരാണമാണ്, അല്ലെങ്കിൽ ഒരു മഹാപുരാണമാണ് എന്ന് പറഞ്ഞിരിക്കും. മഹാപുരാണമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയാൻ കാരണം മഹാപുരാണത്തിൽ 10 അംഗങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. 10 വിഷയങ്ങളെ വിവരിക്കുന്നതാണ് മഹാപുരാണം എന്ന് പറയുന്നത്. ആ 10 വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ഭാഗവതത്തിൽ 2ാമത്തെ സ്കന്ധം 10ാമത്തെ അധ്യായം 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരു മഹാപുരാണത്തിന്റെ ലക്ഷണങ്ങൾ, മഹാപുരാണത്തിനുണ്ടായിരിക്കേണ്ട 10 ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയ മന്നന്തരം ഈശാനുകഥ നിരോധോ മുക്തിർ ആശ്രയ എന്ന് പറഞ്ഞു. ഇങ്ങനെ 10 വിഷയങ്ങളാണ് ഒരു മഹാപുരാണത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ 10 വിഷയങ്ങളും വിവരിച്ചാൽ മാത്രമേ അതൊരു മഹാപുരാണമായിട്ട് നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കൂ. ഇങ്ങനെ 10 വിഷയങ്ങളും പൂർണ്ണമായിട്ടും വിവരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിനെ മഹാപുരാണമായിട്ട് പറഞ്ഞിരിക്കും.
എന്തൊക്കെയാണ് 10 വിഷയങ്ങൾ? അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഊതയ മന്നന്തരം ഈശാനുകഥ നിരോധോ മുക്തിർ ആശ്രയ. 10 വിഷയങ്ങളാണ്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതയ, മന്നന്തരം, ഈശാനുകഥ, നിരോധോ മുക്തിർ ആശ്രയം. ഇങ്ങനെ 10 വിഷയങ്ങൾ ഒരു മഹാപുരാണത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് പറയാം. സർഗം, ആദ്യം പറഞ്ഞിട്ടുള്ളത് സർഗം, അത്ര സർഗോ വിസർഗശ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി എന്നാണ് അർത്ഥം. സൃഷ്ടി. ഒരു മഹാപുരാണത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള വർണ്ണന ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് സൃഷ്ടി നടന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കണം. സൃഷ്ടിയെക്കുറിച്ച് പ്രഥമസ്കന്ധത്തിൽ തന്നെ, പ്രഥമസ്കന്ധത്തിലും ദ്വിതീയ സ്കന്ധത്തിലും സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അല്ലെ. ഭഗവാനാണ് സൃഷ്ടി ചെയ്തിട്ടുള്ളത്. സൃഷ്ടി, അതിനെയാണ് സർഗം എന്ന് പറയുന്നത്. അത്ര സർഗോ വിസർഗശ്ച എന്ന് പറഞ്ഞിരിക്കുന്നു. വിസർഗം, വിസർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസർഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ സൃഷ്ടിയാണ്. രണ്ടാമത്തെ സൃഷ്ടി ആരാണ് ചെയ്യുന്നത്? രണ്ടാമത്തെ സൃഷ്ടി ബ്രഹ്മാവാണ് ചെയ്യുന്നത്. ആദ്യം ഭഗവാൻ ഈ ഭൗതിക ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും സൃഷ്ടിച്ചു, പഞ്ചഭൂതങ്ങളെയൊക്കെ സൃഷ്ടിച്ചു അല്ലെ. ഭൂമി, ജലം, ആകാശം, അഗ്നി, വായു ഇങ്ങനെയുള്ള ഘടകങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇങ്ങനെയുള്ള സൂക്ഷ്മ ഘടകങ്ങൾ, ഇതിനൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചതാണ്, ബ്രഹ്മാവ് സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് സൃഷ്ടി നടത്തുന്നത് ഭഗവാൻ തന്നെയാണ്. ആ വസ്തുക്കളെയൊക്കെ കൂട്ടിച്ചേർത്ത് വ്യത്യസ്തമായിട്ടുള്ള ജീവശരീരങ്ങൾ നിർമ്മിക്കുകയാണ് ബ്രഹ്മാവ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ സൃഷ്ടി എന്നല്ല പറയുന്നത്. ബ്രഹ്മാവിന്റെ സൃഷ്ടി എന്തെന്നാണ് പറയുന്നത്? വിസർഗം എന്നാണ് പറയുന്നത്. വിസർഗം. സർഗം ചെയ്യുന്നത് ഭഗവാൻ, വിസർഗം നടത്തുന്നത് ബ്രഹ്മാവ്. രണ്ടും വ്യത്യാസമാണ് അല്ലെ. ഒരു കാറിന്റെ ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിക്കുന്ന യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അതാണ് സൃഷ്ടി, നിർമ്മാണം. ഇനി അതെല്ലാം ചേർത്ത് അസംബിൾ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടാവും. എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കാറാക്കി മാറ്റുന്ന സ്ഥലം, അതാണ് അസംബ്ലിംഗ് യൂണിറ്റ്, ആണ് വിസർഗം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാവ് വിസർഗമാണ് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങളെ കൂട്ടിച്ചേർത്ത് പുതിയൊരു ശരീരത്തിനെ നിർമ്മിക്കുന്നു. ഇപ്പം സർഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വിസർഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ഥാനം, സർഗം, വിസർഗം, സ്ഥാനം. സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ലൊക്കേഷനെ കുറിച്ച്, നമ്മുടെ സ്ഥാനത്തിനെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഗ്രഹവ്യൂഹങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹവ്യൂഹങ്ങൾ, നമ്മൾ ആ ഗ്രഹത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥ എന്തൊക്കെയാണ്, അവിടെയുള്ള ജീവജാലങ്ങൾ ആരൊക്കെയാണ്, ഇതൊക്കെ വിശദമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും 5-ാമത്തെ സ്കന്ധത്തിൽ ഈ ഗ്രഹവ്യൂഹങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതാണ് സ്ഥാനം എന്ന് പറയുന്നത്. സ്ഥാനം. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഊതയ. പോഷണം, പോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷണം, ഭഗവാന്റെ സംരക്ഷണം. ശ്രീമദ് ഭാഗവതം വായിക്കുന്തോറും നമ്മൾക്ക് ഭഗവാന്റെ സംരക്ഷണം അനുഭവപ്പെടും. അത് ആത്മാവിനുള്ള സംരക്ഷണമാണ്. യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം ആർക്കുള്ള ഭക്ഷണമാണ്? ആത്മാവിനുള്ള ഭക്ഷണമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം കേൾക്കുന്തോറും ആത്മാവിന് ശക്തി കൂടി വരും, പോഷണം ലഭിക്കും അല്ലെ. നമ്മൾ നല്ല പോഷക ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും. അതേപോലെ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്തോറും നമ്മുടെ ആത്മാവിന് നല്ല ശക്തി ഉണ്ടായിട്ട് വരും. പോഷണം, ഭഗവാന്റെ സംരക്ഷണം നമ്മൾക്ക് അനുഭവപ്പെടും. അതാണ് പോഷണം എന്ന് പറയുന്നത്. ഭഗവാന്റെ സംരക്ഷണമാണ് പോഷണം. പോഷണം ഊതയ. ഊതയ എന്ന് പറയുന്നത് നമ്മൾക്ക് ഭക്തി ചെയ്യാനുള്ള പ്രേരണയാണ്. ശ്രീമദ് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭക്തി ചെയ്യാനുള്ള പ്രേരണയുണ്ടാകും, പ്രേരണ ലഭിക്കും അല്ലെ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭക്തന്മാരുടെ ഉദാഹരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ ഉദാഹരണങ്ങൾ അവരെന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് അവർ ഭക്തി ചെയ്തത്. വിപരീതമായിട്ടുള്ള ഘട്ടങ്ങളിൽ പോലും പ്രഹ്ലാദ മഹാരാജാവ്, ധ്രുവ മഹാരാജാവ് ഇവരൊക്കെ ഭക്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കഥകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾക്കും ആ ഭക്തി ചെയ്യാനുള്ള പ്രേരണയുണ്ടാകും. വിപരീത സാഹചര്യത്തിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള പ്രേരണ നമ്മൾക്ക് ലഭിക്കും. ആ പ്രേരണയാണ് ഊതയ എന്ന് പറയുന്നത്. ഊതയ. മന്നന്തരം,
പോഷണം, ഊദയ, മന്നന്തരം. മന്നന്തരത്തിനെ കുറിച്ചുള്ള വിവരണം ഉണ്ടായിരിക്കണം പുരാണത്തിൽ, മഹാപുരാണത്തിൽ. മന്നന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള മനുക്കന്മാരുടെ ചരിത്രമാണ്. ഒരു ബ്രഹ്മാവിന്റെ സമയത്ത് 14 മനുക്കന്മാരുണ്ടായിരിക്കും. ആ മനുക്കന്മാർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അവരുടെ വിവരണമാണ് മന്നന്തരം എന്ന് പറഞ്ഞിട്ടുള്ളത്. മന്നന്തരം ഈശാനുകഥ. അടുത്തത് പറയുന്നത് ഈശാനുകഥ ആണ്. ഈശാനുകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരന്റെ കഥകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകൾ. ഭാഗവതം നിറച്ചും ഭഗവാന്റെ ലീലകളാണ്, അല്ലെ? ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളുടെ ലീലകളാണ് ഭാഗവതം നിറച്ചും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈശാനുകഥയുണ്ട്, നിറച്ചും ഈശാനുകഥ നമ്മൾക്ക് കാണാൻ സാധിക്കും ഭാഗവതത്തിൽ. ഈശാനുകഥ. നിരോധോ മുക്തിർ ആശ്രയം. നിരോധം, ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള നിവൃത്തി മാർഗമാണ് ഭാഗവതം പറയുന്നത്. ഇവിടെ കൂടുതൽ എങ്ങനെ കുടുങ്ങിപ്പോകാം എന്നല്ല ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മുക്തി നേടി ആ ഭൗതിക പ്രവൃത്തികൾ എങ്ങനെ നിർത്താം എന്നുള്ളതാണ് നിരോധം എന്ന് പറയുന്നത്. നിവൃത്തി മാർഗമാണ് നിരോധം എന്ന് പറയുന്നത്. നിരോധോ മുക്തിർ, അതിനുശേഷം മുക്തി. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നുള്ള മുക്തി. എങ്ങനെയാണ് ഭൗതിക പ്രകൃതിയിൽ നിന്നും മുക്തി നേടേണ്ടത് എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിരോധോ മുക്തിർ ആശ്രയം. ആ മുക്തി നേടിയതിനു ശേഷം ഭഗവാന്റെ പാതാരബന്ധങ്ങളിലുള്ള ആശ്രയം, ഭഗവാനെ ദർശിച്ച് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണമടയാനുള്ള ആശ്രയം, അത് നമ്മൾക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ലഭിക്കും. ഇങ്ങനെ 10 വിഷയങ്ങളെ കുറിച്ചും പൂർണ്ണമായിട്ടും വിവരിക്കുന്നത് കൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിനെ മഹാപുരാണമായിട്ട് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഊതയ മന്നന്തരം ഈശാനുകഥ നിരോധോ മുക്തിർ ആശ്രയം. ഇങ്ങനെ 10 വിഷയങ്ങൾ പൂർണ്ണമായിട്ടും ശ്രീമദ് ഭാഗവതത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ 12 സ്കന്ധമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. 12 സ്കന്ധം ഭഗവാന്റെ ഏതെല്ലാം ഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി നമ്മൾക്ക് ഒന്നാമത്തെ സ്കന്ധത്തിലേക്ക് നോക്കാം. ഒന്നാമത്തെ സ്കന്ധം സൃഷ്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ സ്കന്ധത്തിലും രണ്ടാമത്തെ സ്കന്ധത്തിലും സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്കന്ധത്തിൽ 19 അധ്യായങ്ങളാണുള്ളത്. 19 അധ്യായമായിട്ടാണ് ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം പറഞ്ഞിട്ടുള്ളത്. ശീലപ്രഭുപാദർ, ഇസ്കോൺ സ്ഥാപകാചാര്യൻ A.C. ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദർ നമ്മൾക്ക് വളരെ വിശദമായിട്ട് ഈ പ്രഥമ സ്കന്ധം, എല്ലാ സ്കന്ധങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പ്രഥമ സ്കന്ധത്തിൽ തന്നെ മുഴുവൻ ഭാഗവതത്തിന്റെയും സാരം ശീലപ്രഭുപാദർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രഥമ സ്കന്ധം നമ്മൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോന്നിനും വലിയ വലിയ ഭാവാർത്ഥം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഓരോ ശ്ലോകത്തിനും വിശദമായിട്ടുള്ള ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദര ഗുരുപരമ്പരയിലൂടെ രചിച്ചിട്ടുള്ള ആ ശ്രീമദ് ഭാഗവതം, അതിനെ പോലെ മറ്റൊരു ഭാഗവതം നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഓരോ ശ്ലോകത്തിലെ ഓരോ വാക്കിനും അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഓരോ വാക്കിനും അർത്ഥം. അതേപോലെ ഓരോ ശ്ലോകത്തിന്റെയും വിവർത്തനം, ഓരോ ശ്ലോകത്തിന്റെയും ഭാവാർത്ഥം, ഓരോ ശ്ലോകത്തിന്റെയും ഓരോ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? അങ്ങനെ 12 സ്കന്ധങ്ങൾ 18 വോള്യങ്ങളായിട്ടാണ് ശീലപ്രഭുപാദർ രചിച്ചിട്ടുള്ളത്. 32 ഭാഷകളിലാണ് ശ്രീമദ് ഭാഗവതം ഇപ്പം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ആ ശ്രീമദ് ഭാഗവതത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ വായിക്കുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതും. അപ്പൊ അങ്ങനെയുള്ള ആ ശ്രീമദ് ഭാഗവതത്തിന്റെ ഒന്നാമത്തെ സ്കന്ധത്തിൽ 19 അധ്യായങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് ജസ്റ്റ് നോക്കാം. അതിനുശേഷം ഓരോ അധ്യായത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. അത് ഇന്ന് നമ്മൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. എന്തായാലും ഒന്നാമത്തെ സ്കന്ധത്തിൽ ഏതെല്ലാം അധ്യായമാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആ അധ്യായത്തിന്റെ പേരുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ അധ്യായത്തിൽ എന്തെല്ലാം കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം. ഒന്നാമത്തെ അധ്യായം ഋഷിമാരുടെ അന്വേഷണങ്ങളാണ്. ശൗനകാദി ഋഷിമാർ സൂതഗോസ്വാമിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തിലുള്ളത്. ഇപ്പൊ കലിയുഗത്തിന്റെ ആരംഭത്തിൽ
നൈമിഷാരണ്യത്തിൽ ഒത്തുചേർന്നിട്ടുള്ള ശൗനകാദി മഹർഷിമാർ അവര് കലിയുഗത്തിൽ അനുഭവിക്കാൻ പോകുന്ന ദുഃഖങ്ങളെക്കുറിച്ച് മുൻകൂട്ടി കണ്ടതുകൊണ്ട് കലിയുഗത്തിൽ ഇനി വരാൻ പോകുന്ന ജനങ്ങൾക്ക് ഒരു മോക്ഷമാർഗം നൽകുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നൈമിഷാരണ്യത്തിൽ ഒത്തുചേർന്നിട്ടുള്ളത്. അവർ 1000-ഓളം വർഷം വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്തു നോക്കി എന്ന് പറയുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ അവർ ചെയ്തു, പക്ഷെ അതിനൊന്നും അവർക്ക് പ്രത്യേകിച്ച് ഫലം കണ്ടെത്താനായില്ല. ആ സമയത്താണ് സുതഗോസ്വാമി അവിടെ എത്തിച്ചേരുന്നത്. സുതഗോസ്വാമിയുടെ പ്രത്യേകത, സുതഗോസ്വാമി ശുകദേവ് ബ്രഹ്മർഷിയിൽ നിന്നും ഭാഗവതം ശ്രവിച്ചതിന് ശേഷമാണ് അവിടെ എത്തിച്ചേരുന്നത്. നേരത്തെ തന്നെ ശ്രീമദ് ഭാഗവതം ശുകദേവ് ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ഗംഗാനദിയുടെ തീരത്ത് വെച്ച് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉപദേശിച്ച സമയത്ത് ശ്രീമദ് ഭാഗവതം കേൾക്കുന്ന മഹർഷീശ്വരന്മാരുടെ കൂട്ടത്തിൽ സുതഗോസ്വാമി ഉണ്ടായിരുന്നു. ആ സുതഗോസ്വാമി നൈമിഷാരണ്യത്തിൽ എത്തിച്ചേരുന്ന സമയത്താണ് ശൗനക മഹർഷിയുടെ നേതൃത്വത്തിൽ കലിയുഗത്തിലെ ജനങ്ങളെക്കുറിച്ചും അതേപോലെ ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ആരെക്കുറിച്ചാണ് കേൾക്കേണ്ടത്, അവസാന സമയത്ത് ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തെല്ലാമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നത് എന്ന് വിശദമായിട്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ട് ആ അധ്യായത്തിന് ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ അധ്യായം ദിവ്യത്വവും ദിവ്യസേവനവും, ഭഗവാന്റെ സേവനത്തിന്റെ, ഭക്തിയുത സേവനത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച്, നാമജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത, ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച്, ഭഗവാൻ വാസുദേവനിലുള്ള ഭക്തിയെക്കുറിച്ച് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു. മൂന്നാമത്തെ അധ്യായം ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് എന്നുള്ള കാര്യം മൂന്നാമത്തെ അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതേ ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു അവതാരമല്ല, എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് മൂന്നാമത്തെ അധ്യായം. നാലാമത്തെ അധ്യായത്തിലാണ് നാരദ മഹർഷി വരുന്നത്. വ്യാസദേവന്റെ അടുത്തേക്ക് നാരദ മഹർഷി എത്തിച്ചേരുന്നത് നാലാമത്തെ അധ്യായത്തിലാണ്. അഞ്ചാമത്തെ അധ്യായത്തിൽ വ്യാസദേവന് നാരദ മഹർഷി ഭാഗവതം രചിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ അധ്യായത്തിൽ ഭാഗവതം രചിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വ്യാസദേവന് നാരദ മഹർഷി നൽകുന്നു. ആറാമത്തെ അധ്യായത്തിൽ വ്യാസദേവനും നാരദനും തമ്മിലുള്ള സംഭാഷണം, നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തിനെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. നാരദ മഹർഷിയും വ്യാസദേവനും തമ്മിലുള്ള സംഭാഷണമാണ് ആറാമത്തെ അധ്യായത്തിൽ. ഏഴാമത്തെ അധ്യായത്തിൽ ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു. അശ്വത്ഥാമാവ പരീക്ഷിത്ത് മഹാരാജാവിന് എതിരെ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെ നശിപ്പിക്കുന്നതിനായിട്ട് ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച അശ്വത്ഥാമാവിനെ അർജുനനും ഭഗവാനും ചേർന്ന് പിടിച്ചുകെട്ടുകയും അവന് ശിക്ഷ നൽകുകയും ചെയ്യുന്ന ഭാഗം വിവരിക്കുന്നുണ്ട് ഏഴാമത്തെ അധ്യായത്തില്. എട്ടാമത്തെ അധ്യായത്തിൽ കുന്തിദേവിയുടെ പ്രാർത്ഥനയും പരീക്ഷിത് മഹാരാജാവിന്റെ സംരക്ഷണവും. കുന്തി സ്തുതിയാണ്. ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് കുന്തിദേവി പ്രാർത്ഥിക്കുന്ന ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാനെ വിട്ടു പോകുന്നതിനേക്കാൾ നല്ലത്, ഭഗവാനെ മറക്കുന്നതിനേക്കാൾ നല്ലത് ആപത്തുകൾ വരുന്നതാണ് എന്ന് കുന്തിദേവി പറയുന്നുണ്ട്. ആപത്തുകൾ വന്നാൽ പോലും കുഴപ്പമില്ല, ഭഗവാനെ സ്മരിക്കാൻ തനിക്ക് സാധിക്കണം എന്ന് പറയുന്ന കുന്തിദേവിയുടെ പ്രാർത്ഥന എട്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒമ്പതാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ഭീഷ്മദേവന്റെ വിയോഗം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ശരങ്ങളേറ്റ് കിടക്കുന്ന ഭീഷ്മദേവന്റെ അടുത്തേക്ക് നേരിട്ട് ഭഗവാൻ ചെന്ന് ഭീഷ്മദേവന് തന്നെ കണ്ടുകൊണ്ട് തിരിച്ചു പോകാനുള്ള ഒരു അവസരം, വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം ഭഗവാൻ നേരിട്ട് നൽകുന്നുണ്ട്. ആ ഭഗവാന്റെ കാരുണ്യം നമ്മൾക്ക്
9ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഭീഷ്മദേവൻ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് തിരിച്ച് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകുന്ന ഭാഗം 9ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 10ാമത്തെ അധ്യായത്തിൽ ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രയാണം. അവസാനം യുധിഷ്ഠിര മഹാരാജാവിന്റെ സമ്മതം വാങ്ങി കുരുക്ഷേത്ര യുദ്ധത്തിനൊക്കെ ശേഷം ദ്വാരകയിലേക്ക് ഭഗവാൻ തിരിച്ചു പോകുന്ന ആ ഒരു രംഗം 10ാമത്തെ അധ്യായത്തിലാണുള്ളത്. 11ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദ്വാരകാ പ്രവേശം. ദ്വാരകയുടെ കവാടത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്തിച്ചേർന്നു. തന്റെ പ്രജകളെ അറിയിക്കുന്നതിനായിട്ട്, തന്റെ ആഗമനം അറിയിക്കുന്നതിനായിട്ട് ഭഗവാൻ തന്റെ ശംഖെടുത്ത് പാഞ്ചജന്യം എടുത്ത് വിളിച്ചു. ആ സമയത്ത് വളരെ ആനന്ദപൂർവം ഭഗവാന്റെ പ്രജകൾ, ദ്വാരകാവാസികൾ എങ്ങനെയാണ് ഭഗവാനെ സ്വീകരിച്ചത്, എന്തെല്ലാമാണ് അവരെ ഭഗവാനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, അവർക്ക് എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു, അവരെത്രത്തോളം ആനന്ദം അനുഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ ആ ദ്വാരകാ പ്രവേശം എന്നുള്ള ഭാഗത്ത് 11ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നുണ്ട്. 12ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജനനത്തെ കുറിച്ചാണ്. യുധിഷ്ഠിര മഹാരാജാവിന്റെ പേരക്കുട്ടി, അർജുനന്റെ പൗത്രൻ പരീക്ഷിത്ത് മഹാരാജാവ് ജനിച്ചു. ആ പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജാതകർമ്മം, ഇതൊക്കെ 12ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 13ാമത്തെ അധ്യായത്തിൽ ധൃതരാഷ്ട്രൻ കൊട്ടാരം ഉപേക്ഷിക്കുന്നു. തന്റെ സഹോദരനായിട്ടുള്ള വിതുരന്റെ നിർദ്ദേശപ്രകാരം ധൃതരാഷ്ട്രൻ കൊട്ടാരം ഉപേക്ഷിക്കുന്നു. വിതുരൻ തീർത്ഥാടന യാത്രയ്ക്ക് ശേഷം വീണ്ടും ധൃതരാഷ്ട്രന്റെ അടുത്തേക്ക് എത്തുകയും ഇത്രയും നാണമില്ലാതെ ശത്രുക്കളുടെ കൂടെ, താൻ കൊല്ലണമെന്ന് വിചാരിച്ച ശത്രുക്കളുടെ കൂടെ നാണമില്ലാതെ അവർ ഉരുട്ടിത്തരുന്ന, ഭീമൻ നൽകുന്ന ആ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് നരപാലവത്, ഒരു നായയെ പോലെ താമസിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് വിതുരൻ ധൃതരാഷ്ട്രനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ വിതുരന്റെ നിർദ്ദേശപ്രകാരം ധൃതരാഷ്ട്രൻ കൊട്ടാരം ഉപേക്ഷിച്ച് പോകുന്ന ഭാഗം 13ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 14ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം. ഭഗവാൻ ഉദ്ധവർക്ക് അവസാനം ജ്ഞാനോപദേശം നൽകി തിരിച്ചു പോകുന്ന ഭാഗം 14ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 15ാമത്തെ അധ്യായത്തിൽ പാണ്ഡവൻ യഥാസമയം വിരമിക്കും. അപ്പൊ പാണ്ഡവരും ഭഗവാന്റെ വിയോഗം കേട്ടതിന് ശേഷം ഭഗവാനും തിരിച്ചുപോയി, ഇനി ഞങ്ങൾ രാജ്യം ഭരിക്കുന്നില്ല, എല്ലാം ഉപേക്ഷിച്ച് അവരും മഹാപ്രസ്ഥാനത്തിനായിട്ട് പാണ്ഡവരും ഓരോരുത്തരായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ആ ഒരു ഭാഗം 15ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്. 16ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത്ത് കലിയുഗത്തെ എങ്ങനെ സ്വീകരിച്ചു. കലിയുഗത്തിന്റെ പ്രതിനിധിയെ പരീക്ഷിത്ത് മഹാരാജാവ് കണ്ട സമയത്ത് ഒരു പശുവിനെ ഉപദ്രവിക്കുന്ന കറുത്ത രൂപമായിട്ട് കലിസത്വത്തിനെ നേരിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് കണ്ടു. ആ കലിയെ എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് നേരിട്ടത് എന്ന് 16ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 17ാമത്തെ അധ്യായത്തിൽ കലിക്കുള്ള ശിക്ഷയും പാരിതോഷികവും. കലിയെ എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് ശിക്ഷിക്കാൻ ഒരുങ്ങിയത്, കലിക്ക് ഏതെല്ലാം ഇടങ്ങളാണ് പരീക്ഷിത്ത് മഹാരാജാവ് താമസിക്കാനായിട്ട് നൽകിയിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ 17ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. 18ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് ബ്രാഹ്മണകുമാരനാൽ ശപിക്കപ്പെടുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനായിട്ട് പോലും അവസാനം ഭാഗവതം ശ്രവിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ശാപം, ഒരു ബ്രാഹ്മണ ശാപം ശമീക മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും പരീക്ഷിത്ത് മഹാരാജാവിനെ ഏൽക്കേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിനെ കുറിച്ച് 18ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം 19ാമത്തെ അധ്യായം, അവസാനത്തെ അധ്യായം ശുഗാഗമനം. ശുഗദേവ് ബ്രഹ്മർഷി രാജ്യമൊക്കെ ഉപേക്ഷിച്ച് അവസാന സമയം വ്രതം നോറ്റിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന്റെ പക്കലേക്ക്, ഗംഗാതീരത്തിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന്റെ പക്കലേക്ക് ശുഗദേവ് ബ്രഹ്മർഷി എത്തിച്ചേരുന്നുണ്ട്. ഭഗവാന്റെ പദ്ധതി കൊണ്ട് ശുഗദേവ് ബ്രഹ്മർഷി എത്തിച്ചേരുന്ന ഒരു ഭാഗം അവസാനത്തെ അധ്യായത്തിൽ 19ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയുമാണ് 1ാമത്തെ സ്കന്ധത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. ഇതിൽ നമുക്ക് ഓരോ ദിവസം ഓരോ അധ്യായം വെച്ച് നമ്മൾക്ക് നോക്കാൻ സാധിക്കും. അത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക്
നോക്കാം. ഇന്ന് നമുക്ക് ഇവിടെ ചുരുക്കാം. പ്രഭുജി, ഹരേ കൃഷ്ണ. യെസ്. പ്രഭുജി, ഒന്നാമത്തെ ഋഷിമാരുടെ അന്വേഷണങ്ങൾ 2ഉം 3ഉം പറഞ്ഞത് മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ?